പോപ്പുലർ ആങ്കർ. വാ 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 കേറി വാ. നിനക്കറിയാം നീ ആണെന്ന്. നീ വാ വീണ വാ. ഞാനാണ് അവാർഡ് നൽകുന്നത്. പൊക്കി പറയാനുള്ള സമയമാണ്. അവാർഡ് കൊടുക്കുമ്പോ പൊക്കി പറയണം നമ്മള്. എങ്ങനെ പോപ്പുലർ ആയി? ആരാക്കി? ആര് പോപ്പുലർ ആക്കി? ഈ അവാർഡ് എനിക്കുള്ളതാണ്. ആണോ? നമ്മൾ പറഞ്ഞത് ഓൾറെഡി തീരുമാനിച്ചു വെച്ച അവാർഡുകളാണ്. വേറെ പരിപാടിയൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ഞെട്ടിയതുപോലെയൊക്കെ അഭിനയിക്കണം. ഏതാ പോപ്പുലർ ആയി ഞെട്ടി. അല്ല, എന്നാലും വീണയെ പറ്റി, കാരണം ഇപ്പൊ നായിക കൂടിയാണ്, വീണയെ പറ്റി ഇനി വീണയ്ക്ക് ഭാവി സിനിമയിലാണോ ഇതിലാണോ എന്താ തോന്നുന്നത്? ഡിജിറ്റൽ മീഡിയയിലാണോ? വീണക്കൊരു ഭാവി ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്റെ ഭാവിയും കൂടെ ഇല്ലാണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ പേടിച്ചിട്ട് അഭിനയിക്കാതെ ഇരിക്കുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അല്ല, നിന്നെ ആരും വിളിക്കാതിരുന്നിട്ടല്ല. ഒരിക്കലും അല്ല. എന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അത് അത് എടുത്തു പറയണം. കാരണം മലയാള സിനിമയുടെ മലയാള ഷോർട്ട് ഫിലിം ചരിത്രത്തിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്ത നെവിൻ ഫ്രെഡിയാൻ ഷൂട്ട് ചെയ്ത ഷേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ നായികയാണ് മീര. അന്നത്തോടുകൂടി ഞാൻ നിർത്തിയതായി. അവനിപ്പോ ഏതോ നാട്ടില് ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അല്ല, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അതോടുകൂടി സഹായിച്ചുകൊണ്ട് മീര പരിപാടി നിർത്തി. ആ ഷോർട്ട് ഫിലിമിൽ മീരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പരിപാടി ശരിയാവൂല. എന്താ കണ്ടിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ. അങ്ങനെ അത്രേ പറയാവൂ കേട്ടോ. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പഴത്തെ മീരയല്ല അപ്പോഴത്തെ മീര. പക്ഷെ കാശൊക്കെ വരുമ്പോ നമ്മൾ ഭയങ്കര സുന്ദരിയായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ എന്ത് പറ്റി? ഡള്ളായല്ലോ. അല്ലല്ല, ആരെ കൊണ്ടങ്ങ് എടുത്ത് കാണണം. ഇപ്പഴത്തെ മീര അപ്പത്തെ മീര വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിനക്കും വ്യത്യാസം ഉണ്ടല്ലോ. ഗ്ലൂട്ടാത്തിയോണ്ടാണോ? മനുഷ്യനോട് രഹസ്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഈ സാധനം എത്ര ഇങ്ങനെ ഇത് അടിച്ച് ഇതാക്കുന്ന സ്കിന്നിലോട്ട് അടിക്കുകയാണോ നിങ്ങള്? ഞാൻ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഉണ്ട് ഇന്ന്. എനിക്ക് മേക്കപ്പ് ഒന്നും ഇല്ല, ഇത് നാച്ചുറലാ. വ്യത്യാസം ഉണ്ടല്ലേ? എന്താ തോന്നുന്നത്? ഞങ്ങൾ ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ വന്നിട്ട് ദൂരദർശൻ തുടങ്ങിയ കാലം തൊട്ട് മീരയെ വാങ്ങിച്ച് കൂട്ടണോ? ഞാനൊക്കെ ആണെങ്കിൽ രമേശ് ചേട്ടൻ കളിയൊക്കെ ഫൈൻ വൈനല്ല, പട്ടച്ചാരായം എന്നൊക്കെ പറയണം. അല്ല, വൈൻ എന്ന് പറയും പറയില്ല, ഇരിക്കും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ചാരായം അങ്ങനെയൊക്കെ തന്നെയാ, ഇരിക്കുന്നതോറല്ല, വെറുതെ ഇരുന്നാൽ തന്നെ ഭയങ്കര വീര്യം. എന്നാലും ഞങ്ങളെ പോലുള്ള ഗേൾസിന്റെ അടുത്ത്, അതായത് എന്റെ പ്രായത്തിലൊക്കെ ഉള്ള ഗേൾസിന്റെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ എന്നാ കൊടുക്കും? ഞാനെന്തിനാ ഇവരെ ഉപദേശിക്കേണ്ട കാര്യം എന്താണ്? എന്നെ കുറെ പേര് ഉപദേശിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അത് കേട്ടിട്ടാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, പെൺകുട്ടിയോട്, പയ്യന്മാരോടല്ല, എന്നെ പോലുള്ള ഒരു പെൺകുട്ടിയോട് എന്ത് ഉപദേശം കൊടുക്കും? ഇന്നത്തെ കാലം ഇങ്ങനത്തെയൊക്കെയാണ്, അറിയാലോ, ലഹരിയുടെ ഒക്കെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ലഹരി സംബന്ധമായിട്ടുള്ളതാണോ? അല്ല, മൊത്തത്തിൽ അല്ല, ലഹരിയുടെ അല്ല, മൊത്തത്തിൽ ഞങ്ങൾക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? ഞങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങൾ പൊതുവെ കാരണം ഈയിടെയായിട്ട് വളരെ നമ്മൾ കണ്ടുവരുന്നൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഇപ്പോഴത്തെ നമ്മൾ അനുകാലികമായി നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്കാണ് കുറച്ചുകൂടെ കെയർ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും നിങ്ങൾ ഓക്കെയാണ് ഇവിടെ ഈ രാജ്യത്ത്. നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഞങ്ങളെ പോലത്തെ ആണുങ്ങൾ നൽകുന്നുണ്ട്. ഇല്ലേടാ? യെസ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും കെയർ ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കുക, ഒരു തെണ്ടിയുടെ ഉപദേശം കേൾക്കാതിരിക്കുക, നിങ്ങളെ സൗകര്യത്തിന് ജീവിക്കുക. ഭർത്താവ് പറയുമ്പോ കേൾക്കേണ്ടി വരുമോ? അത് നിന്റെ ഇഷ്ടം ആണല്ലേ? നിന്റെ ഭർത്താവ് എന്റെ അഭിപ്രായത്തിൽ നീ പറയുന്നതാണ് നിന്റെ ഭർത്താവ് കേൾക്കുന്നതാണ് എന്റെ. അതുകൊണ്ട് ഇനി നിന്നാ ശരിയാവില്ല, എന്നെ കൊല്ലും. അപ്പൊ വീണയെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞ് നമ്മൾ അവാർഡ് കൊടുക്കുകയാണ്. പോപ്പുലർ ആങ്കർ ആണ് വീണ. ആദ്യമായിട്ടാ ധ്യാൻ എന്നെ കുറിച്ച് നല്ല വാക്ക് പറയാമോ ഞാൻ കേൾക്കുന്നത്. വീണയെ കുറിച്ച് രണ്ട് നല്ല വാക്ക്. അങ്ങനെ ഒരു ശബ്ദം അല്ല, എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു ഇത് എന്നുവെച്ചാൽ വീണയെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം വീണ ഒരിക്കലും ചില ആൾക്കാർ നമുക്ക് ഇന്ന സമയത്ത് ചില നമ്മൾ എത്രയോ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല, ഒരു കാര്യമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. പക്ഷെ വീണയുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്കത് അതിനൊരു എന്താ പറയണ്ടേ, ഒരു പൊടി എന്ന് പറയാൻ തോന്നൂല. അല്ലെങ്കിൽ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന രീതിയിലോ
വീണ അത് ചിരിച്ച് കളിച്ച് അത് തമാശയാക്കി വീണയുടെ ആ ചിരിയിൽ നമുക്കൊരു സന്തോഷം തരും വീണ. നമ്മുടെ ആ ഒരു വീണയുടെ പ്രസൻസിൽ എപ്പോഴും തീർച്ചയായിട്ടും ഒരു എനിക്കിഷ്ടമാണ് വീണയുടെ കൂടെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ. കാര്യങ്ങളൊന്നും തന്നെ വലിയ കാര്യമില്ലെങ്കിൽ പോലും അടിപൊളി. അപ്പൊ അവാർഡും കൂടെ ഞങ്ങൾ കൊടുക്കാണ്. അവാർഡ് കൊടുക്കണോ? പോപ്പുലർ ആങ്കർ ഡെഫിനറ്റ്ലി നമുക്ക് അൺഡൗട്ടഡ്ലി വീണ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ വീണ പ്ലീസ്. താങ്ക് യു സോ മച്ച് വീണ. അങ്ങനെയൊക്കെ വരണമായിരുന്നല്ലോ. ഞാൻ എന്താണോ ധ്യാൻ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തത്. അല്ല, എനിക്ക് 2 വാക്ക് ധ്യാനിനെ കുറിച്ച് പറയാനുണ്ട്. എന്റെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട പല മൈൽ സ്റ്റോണുകളും ഞാൻ അച്ചീവ് ചെയ്തത് ധ്യാനിലൂടെയാണ്. നിസ്സംശയം. കാരണം ഞാനൊരു 1000 ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും എവിടെ വെച്ച് ആരെന്നെ കണ്ടാലും ആ ധ്യാനിന് സുഖമല്ലേ, ധ്യാനിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന ആള് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ എല്ലാവരും എവിടെ വെച്ച് എന്നെ കണ്ടാലും എന്നോട് ചോദിക്കും, ഇപ്പൊ ധ്യാൻ ഏത് സിനിമയുടെ ലൊക്കേഷനിലാണ്, എന്താണ് എടുക്കുന്നതെന്ന്. പക്ഷെ വളരെ സത്യസന്ധമായി പറയാം, ഈ ഇന്റർവ്യൂവിന് കാണുന്ന സ്നേഹം മാത്രമേ ധ്യാൻ എന്നോടുള്ളൂ. അതിനുശേഷം പിന്നെ നിനക്ക് എന്ത് സ്നേഹമുള്ളത്? നീ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണക്ക് പറഞ്ഞു തരട്ടെ. നിനക്ക് കിട്ടിയ പൈസ എത്ര ഷെയർ? ഇതാണ് അടുത്തത്. ഞാൻ ഈ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടൂടെ, അതായത് നമ്മുടെ ജീവിതത്തില് ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ളതല്ല. ഞാൻ വീണയുടെ കൂടെ ഒരു ഇന്റർവ്യൂവിന് ഇരുന്നു കുറച്ച് വർഷം മുന്നേ. ആ ഇന്റർവ്യൂവിന് മീന വിശ്വസിക്കില്ല, രാത്രി 1:30 മണി 1 മണിക്കാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത്. രാത്രി ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇതേപോലെ രാത്രി 10-11 മണിക്ക് വരുന്നു. പുലർച്ചെ 1 മണിക്ക് ഇന്റർവ്യൂ എടുക്കുക, വീണയുടെ ഇന്റർവ്യൂ. ഓക്കെ, വീണയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. കുറെ നേരം സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം 2 മണിയായി 3 മണിയായി. ആ ഇന്റർവ്യൂ പാളിപ്പോയതിന് ശേഷം ഓർമ്മയില്ലേ? എന്നിട്ട് മീര ഞാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കി, ഞാൻ അവളോട് ചോദിക്കാൻ പറഞ്ഞ് ഞാൻ അത് പറഞ്ഞതനുസരിച്ച് അവള് ചോദിച്ചതാണ് അവളുടെ കരിയറിലെ ഏറ്റവും നല്ല ഇന്റർവ്യൂലൊന്ന്. സത്യല്ലേ? ഇത് ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെ തന്നെയാണ് ഗൈസ്. അത് ഷൂട്ട് ചെയ്യുന്നത് എത്ര മണിക്കാന്ന് അറിയാമോ? ഷൂട്ട് ചെയ്യുന്നത് പുലർച്ചെ 4 മണിക്ക്. അതൊക്കെ സത്യമാണ് അല്ലേ? പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് എനിക്ക് ഷൂട്ടുണ്ട് അല്ലേ? രാത്രി 9:30 മണി കഴിഞ്ഞ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വന്നു. അതൊക്കെ ആർക്ക് വേണ്ടിയാ? വീണയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി അല്ല. ഒരിക്കലും ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തല്ലേ, ചെറിയ പൈസ വാങ്ങിച്ചോളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് വീണ. ടൈം കൺസേൺസോട് മാത്രമാണ് ചക്കരാസിനെ. താങ്ക് യു സോ മച്ച് വീണ. ഇനി ഞങ്ങളുടെ പ്രോഗ്രാം കാണണം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ധ്യാനം ഞങ്ങൾ വിട്ടു തരുന്നില്ല. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ അവതാരകയാണ് വീണ മുകുന്ദൻ. ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ അവാർഡ് നൈറ്റിൽ പോപ്പുലർ സെലിബ്രിറ്റി ഇന്റർവ്യൂവർ അവാർഡ് വീണ മുകുന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ധ്യാനിന്റെ കയ്യിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. ഈ സമയത്ത് ധ്യാൻ മീരയും വീണയും ഒരുപോലെ ട്രോളുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്.